ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ്, അതായത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് മെഷർമെന്റിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുള്ളൊരു 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇതില് വർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ അതർ ഔട്ടർ ഔട്ടർ ലെവലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ പ്രോബ്ലം സോൾവിങ്സ് ഉണ്ട്. സോ ഇത് ABCD സെക്ഷൻസ് ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ PDF ആയിട്ട് ഇടുന്നതാണ്, ഇതിന്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നമ്മളിപ്പോ ABCD സെക്ഷൻ ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എ സെക്ഷനിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? സെക്കൻഡ് SI യൂണിറ്റ് എന്താണ്? തേർഡ് വൺ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് ചോദിക്കുന്നത്. ഫോർത്ത് വൺ സെയിം സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, സിംഗിൾ വേർഡ് ആൻസേഴ്സ് ആണ് ഇതിന് വേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെക്ക് ചെയ്യാൻ. നിങ്ങൾ ഇതിനൊക്കെ ആൻസർ ചെയ്തതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് നോക്കുക. ആദ്യം നിങ്ങൾ പോയി ഡിസ്ക്രിപ്ഷനിലെ PDF ഡൗൺലോഡ് ചെയ്ത് ആൻസർ ചെയ്യുക. ദെൻ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും തുടർന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആൻസറും ഇതിന്റെ കൂടെ വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഈ പാഠത്തിന്റെ ഫുൾ വീഡിയോ ട്യൂട്ടോറിയൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നമുക്ക് ആൻസർ സെക്ഷനിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി the quantity that can measured and expressed using numbers and units. ഒരു നമ്പറും യൂണിറ്റും കൊണ്ട് ഒരു മെഷേർഡ് വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് SI യൂണിറ്റ്? ഡിഫൈൻ SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇന്റർനാഷണൽ ആക്സെപ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്. തേർഡ് വൺ എന്ന് വെച്ചാൽ SI യൂണിറ്റ് ഓഫ് ലെങ്ത്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് നമുക്കറിയാം, മീറ്റർ. സിമ്പിൾ സ്മോൾ ലെറ്റർ M. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പനി വന്നു കഴിഞ്ഞാലെല്ലാം ചെക്ക് ചെയ്യുന്നത്, കൊറോണ ടൈമിൽ എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, തെർമോമീറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, നെയിം ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. നെയിം വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് അതിന്റെ യൂണിറ്റ്സും പറയാൻ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് മാസും അതിന്റെ യൂണിറ്റ് കിലോഗ്രാം, സിമ്പിൾ സ്മോൾ ലെറ്റർ കിലോഗ്രാം. നെക്സ്റ്റ് സെക്ഷൻ B, ഷോർട്ട് ആൻസർ. 2 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ വോളിയം? വാട്ട് ഈസ് മീൻ ബൈ വോളിയം? ഹൗ ഇസ് ദ വോളിയം ഓഫ് എ ഇറഗുലർ സോളിഡ് മെഷേർഡ്? ഒരു വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇറഗുലർ ആയിട്ടുള്ള ഖരാവസ്ഥയിലുള്ള വസ്തുവിന്റെ വോളിയം എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊരു 2 സെന്റൻസിൽ എഴുതി തീർക്കാൻ നോക്കുക പെട്ടെന്ന് തന്നെ. 2 മാർക്കാണുള്ളത്. ഒരു വോളിയം എന്ന് വെച്ചാൽ എന്താ? എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപൈഡ് ബൈ എൻ ഒബ്ജെക്ട്. The volume of irregular solid is measured using a measuring jar by a water displacement method.
ഒരു വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലൂടെയാണ് നമ്മളൊരു ഇറഗുലർ സോളിഡിന്റെ വോളിയം മെഷർ ചെയ്യുക. 7th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടേം ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന ടേം ഡിഫൈൻ ചെയ്യാൻ അതിന്റെ SI യൂണിറ്റും മെൻഷൻ ചെയ്യാൻ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മാസും ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് ഡെൻസിറ്റി. ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. അതിന് kg ബൈ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം അതിന്റെ സിമ്പിൾ. സോ ഇത് എന്തായാലും എക്സാമിനെല്ലാം വരുന്നതാണ് ഡെൻസിറ്റി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് 8th വൺ. ലിസ്റ്റ് 2 ക്യാരക്ടർ ഓഫ് SI യൂണിറ്റ്. SI യൂണിറ്റിന്റെ 2 ക്യാരക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്. ഇത് എഞ്ചിനീയറിംഗിന് പോയാലും ഈ SI യൂണിറ്റും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ മസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ മാർക്കിന് വേണ്ടി അല്ലാണ്ടും പഠിക്കാൻ ശ്രമിക്കുക. സോ 2 എക്സാമ്പിൾ എന്താ, 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് SI യൂണിറ്റ്? ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്. Second one, they are based on physical constants and are standardized. 9th question, why it is necessary to use standard units for measurement? എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് മെഷർമെന്റിൽ യൂസ് ചെയ്യാൻ കാരണം? നമുക്ക് പല പല യൂണിറ്റ്സും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത് അളക്കാൻ നമുക്ക് പല യൂണിറ്റ്സ് ഉണ്ട്. നാട്ടിൽ നമ്മൾ പല ഇതിൽ കാണുന്നുണ്ട്. ഫൂട്ട് ഉണ്ട്, മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ കിലോമീറ്റർ, അങ്ങനെ പല യൂണിറ്റ്സിൽ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തിനാ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ദ യൂണിഫോമിറ്റി ആൻഡ് അവോയ്ഡ് ദ കൺഫ്യൂഷൻ. ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ നിന്ന് ഇല്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ് നമ്മൾ കൊണ്ടുവന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. എന്താണ് 10th ക്വസ്റ്റ്യൻ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും ഡിഫൈൻ ചെയ്യാനും അതിന് വേണ്ടി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും പിന്നെ ഓരോ എക്സാമ്പിൾ വെച്ച് പറയാനും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ മാസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അതിന്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഇത് രണ്ടും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നതാണ് ഇത് രണ്ടും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, മീറ്ററും സെക്കൻഡും. സോ അത് രണ്ടും വെച്ച് നമുക്ക് കിട്ടുന്നതാണ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സെക്ഷൻ സി. സെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ സിയിൽ നിങ്ങൾ നോക്കുക, നമുക്ക് 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കാര്യമായിട്ട് എഴുതേണ്ടതാണ്, ഡീറ്റെയിൽഡ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്. 11th ക്വസ്റ്റ്യനിലേക്ക് എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റി ടു മെഷർ ദ തിക്നെസ് ഓഫ് ദ 1 ഷീറ്റ് ഓഫ് പേപ്പർ യൂസിങ് എ സ്കെയിൽ. ഒരു പേപ്പറിന്റെ തിക്നെസ് നമ്മളൊരു സ്കെയിൽ വെച്ച് അളക്കുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എന്താക്കണം, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു പേപ്പർ എടുക്കുക, അത് 100 ഷീറ്റുള്ള ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിന്റെ സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ. നമുക്ക് ഒറ്റ ഷീറ്റിന്റെ സ്കെയിൽ വെച്ചിട്ട് തിക്നെസ് അളക്കാൻ പറ്റത്തില്ല. മിനിമം മെഷറിംഗ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 0.1 സെന്റിമീറ്റർ ആണ്. അതിന് പകരം നമ്മൾ എന്താക്കുക, ഒരു ക്വാണ്ടിറ്റീസ് ഓഫ് പേപ്പേഴ്സ് എടുക്കാൻ. ഫോർ എക്സാമ്പിൾ 100 പേജ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ ആയിട്ട് കിട്ടും. അതിനെന്താക്കാന് ഡിവൈഡ് ചെയ്യാം. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? നമ്പർ ഓഫ് ഷീറ്റ് വെച്ചിട്ട് ഡിവൈഡ്. തിക്നെസ് ഓഫ് ദ 1 ഷീറ്റ് ഈസ് ഇക്വൽ ടു ടോട്ടൽ തിക്നെസ് ഓഫ് ദ നോട്ട്ബുക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ. എത്ര പേപ്പർ ഉണ്ട്? 100. എത്ര തിക്നെസ് ഉണ്ട്?
അതാണ് ഉത്തരം. ഇങ്ങനെയാണ് എല്ലാത്തിന്റെയും നമുക്ക് ലീസ്റ്റ് കൗണ്ടിൽ കാണാൻ പറ്റാത്ത എല്ലാത്തിന്റെയും വാല്യൂസ് നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതൊരു ഉദാഹരണം മാത്രമാണ് ഈ പേപ്പറിന്റെ. സോ നെക്സ്റ്റ് എന്ന് വെച്ചാൽ 12th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് ദ യൂണിറ്റ്? Give 2x. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ഇറ്റ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂസ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ്, SI സിമ്പിൾ. രണ്ട് എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് മിക്സ് യൂണിറ്റ് നെയിം ആൻഡ് സിമ്പിൾ. യൂണിറ്റും നെയിമും മിക്സ് ചെയ്തിട്ട് എഴുതാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാ, 1 kg. റൈറ്റ് 1 kg, നോട്ട് 1 kilogram kg. ഇങ്ങനെ എഴുതാൻ പാടില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മളൊരു യൂണിറ്റ് എഴുതുന്ന നമ്മൾ യൂണിറ്റ്സിന്റെ അതിൽ തന്നെ കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു യൂണിറ്റ് എഴുതുമ്പോൾ ഈ വാല്യൂ എഴുതിയതിന്റെയും ഇതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാകണം ഇതുപോലെ. അല്ലാതെ ഈ യൂണിറ്റും വാല്യൂ ഒരിക്കലും ഒരുമിച്ച് എഴുതരുത്, അത് തെറ്റാണ്. അതൊരു റൂളാണ്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഹൗ ടു മെഷർ ദ വോളിയം ഓഫ് എ സ്റ്റോൺ യൂസിങ് മെഷറിംഗ് ജാർ. എങ്ങനെയാണ് നമ്മള് വോളിയം ഓഫ് എ സ്റ്റോൺ കാണാൻ? ഒരു ജാർ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഒരു ജാർ എടുക്കുക, അതിന്റെ ഇനീഷ്യൽ ലെവൽ എത്രയാണെന്ന് നമ്മൾ അളക്കുക. പിന്നെ എന്താക്കുക, ഈ സ്റ്റോൺ എടുത്തിട്ട് ഈ ജാറിലേക്ക് ഡിപ്പ് ചെയ്യുക. അപ്പം വെള്ളത്തിന്റെ അളവ് റൈസ് ചെയ്യും. ആ റൈസ് ചെയ്ത വാല്യൂ ആണ് ന്യൂ വാല്യൂ. അപ്പൊ വോളിയം ഓഫ് എ സ്റ്റോൺ എടുത്തിട്ട് ഫൈനൽ വാല്യൂ പുതുതായി കിട്ടിയ നമ്മളെ വാല്യൂ മൈനസ് ഇനീഷ്യൽ ലെവലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകും, വോളിയം ഓഫ് ദ സ്റ്റോൺ കിട്ടും. 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്? വൈ വാസ് ദർ എനി സ്റ്റാൻഡർഡൈസേഷൻ? എന്തൊക്കെ യൂണിറ്റ്സ് ആണ് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസേഷന്റെ ആവശ്യകത? അതായത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തത് എന്തുള്ള ഹാൻഡ് സ്പാൻ, ക്യൂബിറ്റ് ആൻഡ് ഫൂട്ട് വെയർ യൂസ്ഡ്. പണ്ട് കാലങ്ങളിൽ ഹാൻഡ് സ്പാനും ക്യൂബിറ്റും ഫൂട്ടും ആണ് യൂസ് ചെയ്തത്. There were inaccurate and different person to person. ഓരോ ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് പോകുന്നവരോ ഓരോ ആൾക്കാരുടെ കൈന്റെ വലുപ്പം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. അപ്പോൾ അതൊരു വ്യത്യസ്ത വാല്യൂ കിട്ടുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് കൊണ്ടുവന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ്, വോളിയം, ഡെൻസിറ്റി യൂസിങ് ഫോർമുല ആൻഡ് എക്സാമ്പിൾ. മാസ്, വോളിയം, ഡെൻസിറ്റി വെച്ചിട്ടുള്ള ഒരു ഫോർമുല ഇതാക്കാൻ എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു എക്സാമ്പിളും കൂടെ വെച്ച്. ശരിക്കും മാസും വോളിയം ഡെൻസിറ്റിയും വരുന്നത് ഡെൻസിറ്റിന്റെ ഇക്വേഷനിലാണ്, ഫോർമുലയിലാണ്. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ചെയ്യാം. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്ത് വെച്ചെടുക്കുക. സെക്ഷൻ ഡി. പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. 4 മാർക്കാണ് ഓരോന്നിനും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്ന്. എ ബോക്സ് has a length of 10 cm, breadth of 8 cm and height of 6 cm. Find the volume in centimeter cube and convert to meter cube. ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് വരും. ഈ സെന്റിമീറ്റർ ക്യൂബിന് മീറ്റർ ക്യൂബ് അങ്ങനെ മാറ്റുന്നത് കൺവേർട്ട് ചെയ്യുന്ന യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും മസ്റ്റ് ആയിട്ട് വരും. പിന്നെ വരുന്നത് ജനറൽ റൂൾസ് ഓഫ് റൈറ്റിംഗ് എ യൂണിറ്റ്സ്. ഒരു സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എഴുതുന്നതിന് ജനറൽ റൂൾസ് മസ്റ്റ് ആയിട്ട് വരുന്നതാണ്. വോളിയം എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ L ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 480 സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁻⁻6 മീറ്റർ ക്യൂബാണ്. അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് 480 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ 480 ഇവിടെ ഇടാം, 10⁻⁻6 കൊടുക്കുക. ഈ കിട്ടുന്നതാണ് നമ്മുടെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. എ സബ്സ്റ്റൻസ് ഹാസ് മാസ് ഓഫ് 150 gram and volume of 50 centimeter cube. Calculate the density in gram per centimeter cube and kilogram per meter cube. ഡെൻസിറ്റി കാണാനാണ് പറയുന്നത്. 150 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഇതുവഴി നമുക്ക്
ഡെൻസിറ്റി ഇട്ടു. എന്നിട്ട് അതിനെ എന്താക്കണം, കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? കിലോഗ്രാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമിനെ കിലോഗ്രാം ആകുമ്പോൾ 3 × 10⁻³ വരും. സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കുമ്പോൾ 10⁻² ക്യൂബും കൂടി ഇടുന്നത് 10⁻⁶ ആവും. ഈ 10⁻⁶ മേലോട്ടേക്ക് വരുമ്പോൾ 10⁻+6 ആവും. ഇവിടെ 10⁻³ ഇവിടെ 10⁻+6 ആവുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് 10⁻³ മാത്രമേ ആവും. ആ 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 3 × 1000 3000 ആയിട്ട് മാറും. സോ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കൺവേർട്ട് ദ ഫോളോയിങ്. 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 2500. സോ ഇത് കൺവേർട്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻസ്. അടുത്ത ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kg/m³. വാട്ട് ഈസ് ദ മാസ് ഓഫ് 2.5 m³? ഇത് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാല്, അല്ല വോളിയത്തിന് ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാല് എന്താവും? മൾട്ടിപ്ലൈ ആയിട്ട് മാറും. അപ്പൊ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം കിട്ടും. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ബ്ലോക്ക് ഓഫ് വുഡ് ഫ്ലോട്ടിംഗ് ഇൻ എ വാട്ടർ, എക്സ്പ്ലെയിൻ വൈ യൂസിങ് ഡെൻസിറ്റി, കമ്പയർ ഇറ്റ് വിത്ത് അയൺ ബ്ലോക്ക് ഇൻ വാട്ടർ. ഒരു വുഡ് വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ കമ്പയർ ഇറ്റ് വിത്ത് അയൺ ബ്ലോക്ക് ഇൻ വാട്ടർ. ഒരു അയൺ ബ്ലോക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ടാനുള്ള അവസ്ഥയും പറ്റിയും അത് കമ്പയർ ചെയ്തിട്ട്. ഒരു വുഡ് ഫ്ലോട്ട് ബിക്കോസ് ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് വുഡ് ഫ്ലോട്ട് ചെയ്യുന്നത്. അയൺ എന്താണെന്ന് വെച്ചാൽ സിങ്ക് ചെയ്യും, ബിക്കോസ് അതിന് ഗ്രേറ്റർ ഡെൻസിറ്റി ആണ് വെള്ളത്തിനകത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സിങ്ക് ചെയ്യും. വുഡിന് വെള്ളത്തിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഫ്ലോട്ട് ചെയ്തിരിക്കുന്നു. അയണിന് വെള്ളത്തിനെക്കാട്ടി ഡെൻസിറ്റി കൂടിയതുകൊണ്ട് അത് താഴോട്ടേക്ക് സിങ്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്കുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഞാനത് ഇടുന്നതാണ്.